ഞാൻ വിക്റ്റിമായ ഒരു പരസ്യത്തെ പറ്റി മാത്രം ഞാൻ പറയാം നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട്. അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഭാര്യമാരെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാർ ഈ ഈ ഗ്യാസ് അടുപ്പ്, ഒരു ഗ്ലാസ് ടോപ്പ് ഗ്യാസ് അടുപ്പ്, ആ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് അടുപ്പിന്റെ പരസ്യത്തില് നമ്മുടെ ഒരു തെക്കേ ഇന്ത്യക്കാരിയായ ഒരു മലയാളിയായ നടിയാണ് പ്രത്യക്ഷപ്പെടുന്നത്. ആ നടി പറയുന്നത് ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവ് ഈ ഗ്യാസ് അടുപ്പ് എങ്ങനെ വാങ്ങാതിരിക്കും എന്ന രീതിയിലാണ് പരസ്യം നൽകിക്കൊണ്ടിരുന്നത്. അങ്ങനെ എൻ്റെ വീട്ടിലേക്കും ഒരു ഗ്യാസ് അടുപ്പ്, ആ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് അടുപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ ഒരു ദിവസം രാവിലെ, ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് ഞാനും കൂടി അല്ല പാചകം ചെയ്തുകൊണ്ടിരുന്നത്, ഹസ്ബൻഡിന്റെ അനന്തരവൾ. ആ അനന്തരവൾ നിങ്ങൾ കുറച്ചും കൂടി സൂക്ഷ്മത, അതായത് കൃത്യത എൻ്റെ അഡ്വർടൈസ്മെന്റിന്, എൻ്റെ അബദ്ധത്തിന് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ പറയാം. അതായത് എറണാകുളത്ത് നാഷണൽ എക്സലൻസി ടവറിൽ താമസിക്കുന്ന ജെസ്സി എന്ന എൻ്റെ ഹസ്ബൻഡിന്റെ അനന്തരവൾ, അവര് ഭർത്താവുമായിട്ട് വന്നു. അങ്ങനെ ഞാനും ജെസ്സി അനന്തരവളും കൂടി പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സ്റ്റൗവില്. അങ്ങനെ സ്റ്റൗവിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബോംബ് പൊട്ടുന്ന ഒച്ചയിൽ, അത് മേടിച്ചിട്ട് ഒരു മാസം കഷ്ടിച്ചേ ആയിട്ടുള്ളൂ, ബോംബ് പൊട്ടുന്ന തരത്തിൽ ഒറ്റ പൊട്ടിത്തെറിയ. ഞങ്ങൾ രണ്ടുപേരും പരിഭ്രമിച്ച് ഞങ്ങളുടെ ദേഹത്ത് എവിടെയെങ്കിലും ചില്ലായിട്ടുണ്ട്, എന്താ പൊട്ടിത്തെറിച്ചത്, ഒരു രൂപവും ഇല്ലായിരുന്നു കേട്ടോ. എന്നിട്ട് ഏതാനും മിനിറ്റ് നേരം ഞങ്ങളിങ്ങനെ അന്തം വിട്ട് നിന്ന് നോക്കിയിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. അവസാനം നോക്കുമ്പോൾ ഈ സ്റ്റൗവ് പൊട്ടിച്ചെതറി, പക്ഷേ ഒരു കഷ്ണം പോലും പുറത്തേക്ക് വന്നിട്ടില്ല. ഞങ്ങൾ ഒരു പേപ്പർ എടുത്ത് പതുക്കെ അതിൻ്റെ മുകളിൽ നിന്ന് ഉരച്ചു നോക്കി. കൈ കൊണ്ട് ഉരച്ച കയ്യിലും ചില്ല് കയറുമെന്ന് ഭയന്നിട്ട്, ഗ്ലാസ് ടോപ്പ് സ്റ്റൗ ആയിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ പൊട്ടി പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷെ മുഴുവനും ചന്ന ഭിന്നമായി എന്ന് പറഞ്ഞാൽ 1 കോടി പീസസ് ആയിട്ട് മുറിഞ്ഞിരിക്കുന്നു ആ സാധനം. പിന്നെ ഞങ്ങൾ താമസിയാതെ കമ്പനിയെ വിളിച്ചു, അത് കൊണ്ടുവന്ന ഏജൻസിയെ വിളിച്ചു. ഏജൻസി ഉടനെ വന്നു കഴിഞ്ഞപ്പം ഇതെന്താണ്, ഉടനെ തന്നെ കേസിന് പോകും, ഞാൻ കോടതിയിൽ പോകും എന്ന് പറഞ്ഞു. ഇതുകൊണ്ട് വാങ്ങിച്ച് 1 മാസം പോലും കഴിയുന്നതിന് മുൻപ് ഇത് പൊട്ടിത്തെറിച്ചു. ഉടനെ ഞാൻ കേസിന് പോകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഏജന്റ് പറഞ്ഞു, ഇതുപോലെ വേറെ കുറേ എക്സാമ്പിൾസും കൂടി വന്നിട്ടുണ്ട്, എന്നിട്ട് നിങ്ങൾ എന്ത് ആക്ഷൻ എടുത്തു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ആക്ഷൻ ഒന്നും എടുത്തില്ല, അവരാരും അത്ര സീരിയസ് ആയിട്ട്, പകരം സ്റ്റൗ മാറ്റി, ഈ സ്റ്റൗവിൻ്റെ ടോപ്പ് മാറ്റി കൊടുത്തു, വേറെ പ്രശ്നങ്ങളൊന്നും അവരാരും ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇനിയും അത് പൊട്ടിത്തെറിക്കില്ല എന്ന് എന്തുറപ്പുണ്ട്? ഞാൻ തീർച്ചയായിട്ടും കോടതിയിൽ പോകും, അതുപോലെ തന്നെ ഞാൻ ചാനൽ ചർച്ചയിൽ ഇന്ന സ്റ്റൗ വാങ്ങരുത് എന്ന് പറയും എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഉടനെ അവരെന്ത് ചെയ്തു എന്നറിയാമോ? ആ സ്റ്റൗ എടുത്തുകൊണ്ട് പോയി ആ കമ്പനി തന്നെ ആ ടോപ്പ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടോപ്പാക്കി മാറ്റി. ആ എത്ര പേർക്ക് കംപ്ലൈൻസ് ഉണ്ടായിരുന്നോ അത്രയും പേരുടെ സ്റ്റൗ കൊണ്ടുപോയി ടോപ്പ് മാറ്റി. അതുപോലെ ഉൽപാദനം നടത്തിയിരുന്ന എല്ലാ സ്റ്റൗവിൻ്റെയും ടോപ്പ് സ്ട്രോങ് ആക്കി മാറ്റി, അതായത് റീപ്ലേസ് ചെയ്ത് സ്ട്രോങ് ഇതാക്കി മാറ്റി. അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കുക സുഹൃത്തുക്കളെ, നമ്മൾ ശക്തമായിട്ട് തിരിച്ചടിക്കുമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഏത് അബദ്ധം പറ്റിയാലും എന്നും പറഞ്ഞിട്ട് ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല. ശക്തമായിട്ട് തിരിച്ചടിക്കുമെന്നുണ്ടെങ്കിൽ ആർക്കും നമ്മളെ വഞ്ചിച്ചും പറ്റിച്ചും പോകാനൊക്കില്ല. അപ്പൊ ഈ അതുപോലെ വേറൊരു കാര്യം കൂടെ ഞാൻ തക്കം പാർത്തിരിക്കുകയാണ്. ഈ ഫിലിം സ്റ്റാഴ്സും അവരും ഇവരും ഒക്കെയാണ് ഇത്തരം അഡ്വർടൈസ്മെന്റിന്റെ ഒക്കെ അവർ കോടികൾ പ്രതിഫലം വാങ്ങിയിട്ട്, ആ കോടികളാണ് ഇതിന്റെ വിലയുടെ കൂട്ടത്തിൽ കുറേശ്ശെ നമ്മുടെ തലയിൽ വന്ന് വീഴുന്നത്. അതായത് 8000 രൂപ വിലയുള്ള ഒരു സ്റ്റൗവിനെ ആയിരിക്കും നമ്മൾ 16,000 കൊടുത്ത് വാങ്ങിക്കുന്നത്. ഈ 8000 എവിടെ പോകുന്നു? അത് ഈ അഡ്വർടൈസ്മെന്റ് നടത്തുന്നവർക്കും ഒക്കെ ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ ചതിക്കാൻ, അതായത് സ്വയം ഉപയോഗിച്ച് ഉറപ്പുവരുത്താത്ത അതിന്റെ ഡ്യൂറബിലിറ്റി, ഇപ്പൊ സ്റ്റൗ പോലെയുള്ള സാധനങ്ങളാണ് ഈ പൊട്ടിത്തെറിച്ചത്. കാലം കൊണ്ടേ നമുക്കറിയാവുള്ളൂ അതിന് എന്ത് സംഭവിക്കുന്നു. അപ്പൊ അതിന്റെ ഡ്യൂറബിലിറ്റി പോലെയുള്ള എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്താത്ത, അതെ വെറുതെ പോയി ചിരിച്ച് കാണിച്ച് അഡ്വർടൈസ്മെന്റിന് നിന്നു കൊടുക്കുന്ന അത്തരം ഫിലിം സ്റ്റാർസ് ആകട്ടെ, മോഡലാകട്ടെ, ആരുമാകട്ടെ, അവരെയും നമുക്ക് വെറുതെ വിടരുത്, അവരെയും കോടതി കയറ്റണം. അങ്ങനെ അവരെയും കോടതി കയറ്റുമ്പോൾ മാത്രമാണ് ഇങ്ങനെ മനുഷ്യരെ പറ്റിക്കുന്ന, സാധാരണക്കാരെ ചതിക്കുന്ന, നമ്മളെപ്പോലെ സ്വരമുള്ളവരാണ് ഇതിനു വേണ്ടി
ഒച്ച ഉയർത്തേണ്ടത്. പാവപ്പെട്ടവർക്ക്, അതായത് ഇങ്ങനെ യാതൊരു സാധ്യതകളും ഇല്ലാത്തവർക്ക് ഒച്ച ഉയർത്താൻ ഒക്കില്ല. അപ്പോൾ അങ്ങനെ, അതായത് സ്വരമില്ലാത്തവരുടെ സ്വരമായി പ്രവർത്തിക്കേണ്ടത് നമ്മളെപ്പോലെ വിദ്യ കൊണ്ടും മറ്റതുപോലുള്ള സാധ്യതകൾ കൊണ്ടുമൊക്കെ മെച്ചപ്പെട്ട സാധ്യതകൾ ഉള്ളവരാണ്. അങ്ങനെ ഓർത്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കാൻ മടിക്കരുത്. പ്രതികരിക്കാൻ മടിച്ചാൽ ആ പ്രതികരണ ശേഷിയില്ലായ്മ അല്ലെങ്കിൽ ആ മടി ബാധിക്കുന്നത് പാവപ്പെട്ടവരെയായിരിക്കും. അവർ 10,000-16,000 രൂപ കൊടുത്ത് മേടിച്ച ഒരു സ്റ്റൗ പൊട്ടിത്തെറിച്ച് പോയാൽ അവർ ചെന്ന് കംപ്ലൈന്റ് ചെയ്താൽ മാറ്റിത്തരാ എന്ന് പറഞ്ഞ് ടോപ്പ് മാറ്റി കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പൊട്ടും. ഇതെന്താ നിങ്ങൾ എപ്പോഴും ഇത് സ്റ്റൗവും കൊണ്ട് വരുന്നത്, വേറെ പണി നോക്കാൻ പറഞ്ഞു വിടും. പിന്നെ അതേ സമയത്ത് കോടതിയിൽ പോകും, നിന്റെ അന്നം മുട്ടിക്കും, നിന്റെ കമ്പനി ഞാൻ പൂട്ടിക്കും എന്ന രീതിയിൽ നമ്മൾ തിരിഞ്ഞു നിൽക്കുമ്പോൾ അവരൊരു പാഠം പഠിക്കും. അങ്ങനെ 10 കമ്പനികൾക്ക് പറ്റി. അപ്പൊ ഈ അഡ്വർടൈസ്മെന്റിന് കൊട പിടിച്ച് നിൽക്കുന്നവരെ, അവരെയും നമ്മൾ വെറുതെ വിടരുത്. അവർ കോടികൾ കൈപ്പറ്റിക്കൊണ്ട് സാധാരണ പൗരന്മാരെ വഞ്ചിക്കാൻ കൂട്ടു നിൽക്കുകയാണ് എന്നവർ മനസ്സിലാക്കണം. വലിയ ഫിലിം സ്റ്റാർസ് ഇത് കേൾക്കട്ടെ, അവർക്കൊക്കെ നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു പക്ഷേ ഞാൻ തന്നെ ഇങ്ങനെയുള്ള പലരെയും കോടതിയിൽ കയറ്റാൻ സാധ്യതയുണ്ട്. കാരണം അത്രയധികം ക്ഷമ കെട്ടുപോകുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് ഇത്തരം അഡ്വർടൈസ്മെന്റ്സ് കാണുമ്പോൾ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്തായാലും ആ സ്റ്റൗ ആ പർട്ടിക്കുലർ കമ്പനി അവരുടെ എല്ലാ സ്റ്റൗവിൻ്റെയും ടോപ്പ് സ്ട്രോങ് ആക്കി. ഇപ്പൊ ഇതാ ഞാൻ അതേ സ്റ്റൗ തന്നെ കഴിഞ്ഞ 5 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് ഇപ്പോഴും ആ സ്റ്റൗവിനോട് അത്ര സ്നേഹമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ അതിനൊരു പുറം കവറിങ് ഒക്കെ ഇട്ടിരുന്ന കണ്ടാൽ നല്ല സ്ട്രോങ് ആണെന്ന് തോന്നുമായിരുന്നു. പക്ഷെ ഇത്തിരി ചൂടുവെള്ളം വീണാൽ മതി, അത് പൊളിഞ്ഞു പോരും. അതുപോലത്തെ ഒരു കോട്ടിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മളെ പറ്റിക്കില്ല. നമ്മുടെ സ്റ്റീൽ സ്റ്റൗ ഉണ്ടല്ലോ, സേലം കമ്പനി, സ്റ്റീൽ കമ്പനി ഉണ്ടാക്കുന്ന സ്റ്റീൽ സ്റ്റൗ, അതിന്റെ വാല കെട്ടാൻ കൊള്ളുന്നതല്ല ഈ ഇതൊന്നും. സേലവും തമിഴ്നാടിൻ്റെതാണേ, പക്ഷെ ഞാൻ അതിനെ കുറ്റം പറയുന്നില്ല. കാരണം അവരുടെ ഉൽപ്പന്നം ഒന്നാന്തരമാണ് സേലം സ്റ്റീൽ സ്റ്റൗ മേടിച്ചാൽ. അപ്പൊ ഇതിനെ എന്തിനാ നമ്മൾ ഒന്നാം തരം എന്ന് പറയുന്നത്? ഇത് 2ാം തരം അല്ല 3ാം തരം അല്ല, അതിനേക്കാളൊക്കെ താണതാണ്. പിന്നെ പൈസ കൊടുത്ത് മേടിച്ചു പോയത് കാരണം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതേ പറ്റിയൊക്കെ പറയാൻ. അപ്പൊ അതുപോലെ പ്രതികരിക്കാൻ നാം മടിക്കരുത് എന്ന് പറയുന്നത് നമ്മുടെ പണം സേവ് ചെയ്യാൻ മാത്രമല്ല. പാവപ്പെട്ടവരും നമ്മളെപ്പോലെ ഒച്ചയെടുക്കാൻ കഴിയാത്തവരുണ്ട്. അവർക്ക് വേണ്ടി നമ്മുടെ നാവാണ് സംസാരിക്കേണ്ടത്. അതോർത്ത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എപ്പോഴും പ്രതികരിക്കുക എന്ന് തന്നെയാണ്. തിന്മ കണ്ടാൽ നമ്മൾ പ്രതികരിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ അവകാശമല്ല, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനാണ് നമ്മൾ വിദ്യാസമ്പന്നരായത്, അതിനാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്.